എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 ബൈ ക്യോട്ടോ ഡൈനാമിക്സ്. ഗ്ലാഡ് ടു മീറ്റ് യു. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല, അകത്ത് കയറി പോരുത്. ഉണ്ടാക്കിയത് എന്റെ മോനാന്ന്, താമസം എന്റെ കൂടെയാണ്. ഇവന് ഹിന്ദു മതത്തിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങളെങ്ങനെ പൂജ ചെയ്യും? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞേ. ഇത് ഹിന്ദു ആണെന്നുള്ളതിന് എന്താ തെളിവ്? യദ്യ വിഭൂതിമത് സത്വം ശ്രീമദോർജിത മേവവ തത്തദേവാവഗച്ഛത്വം മമ തേജോ അംശസംഭവം. മനസ്സിലായില്ല? ഇതൊരു സംഭവമാക്കണ്ട, അകത്തേക്ക് കയറ്റാൻ നടത്താം. ഞാനിപ്പോ 3 വരെ 4 ഐശ്വര്യത്തോട് കൂടിയോ ശ്രീയോട് കൂടിയോ കരുത്തോട് കൂടിയോ ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 41-ാം ശ്ലോകം. ബാലരമല്ല. ഭാസ്കരൻ എന്നോട് ക്ഷമിക്കണം. ഈ യന്ത്രത്തിന് അകത്തേറ്റി അശുദ്ധാക്കാൻ പറ്റില്ല. ഇവൻ ഹിന്ദുവാന്ന്. എന്ത് ഹിന്ദു? നിങ്ങളെ തീരുമാനിക്കുക ഹിന്ദുവാന്ന്? എല്ലാം മുരളി, ഹിന്ദുക്കൾക്ക് മാമോദീസ ഇല്ലല്ലോ. നിങ്ങളടക്ക്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമല്ല. ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളിയെന്ന് പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? നിങ്ങൾ വീട്ടിൽ കയറ്റിരുത്തോ? ഞാൻ ഇരുത്തൂല. എന്നാ നിങ്ങൾ ഉണ്ടണ്ട. ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു വളർന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും. ഇത് ഭയങ്കര ഐശ്വര്യം തന്നെയല്ലേ? റെയിൽവേ സ്റ്റേഷൻ. വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ഡൽഹി അത്ര ദൂരമൊന്നുമില്ല. അടുത്തി പാടി വിളിക്കണം കേട്ടോ. നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കാം കേട്ടോ. ചേച്ചി, അമ്മയെ നോക്കണേ. പോന്നേ. സൗദാമിന് എന്തിനു കരയുന്നു? പോട്ടെ. നല്ല കാര്യത്തിന് പോന്നതല്ലേ, ചിരിച്ചോണ്ടല്ലേ യാത്രയാക്കേണ്ടത്. കാര്യമായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളെ മനസ്സിന്റെ വിഷമെല്ലാം കാര്യം തീർക്കട്ടെ. കുഞ്ഞപ്പ, യെസ് മിസ്റ്റർ ഭാസ്കരൻ. നിന്റെ ഫേസ്ബുക്കില് സൗദാമിനി ഉണ്ടെങ്കിൽ മതി. സെർച്ചിങ് ഫോർ സൗദാമിനി. പോടാ, അതൊന്നുമല്ല. തന്നെ ഓള് തന്നെ സൗദാമിനി. മോശമല്ല കേട്ടാ, പാളത്തപ്പാനും കൂടെ ആന്നല്ലേ ഫേസ്ബുക്ക്. ഇതെല്ലാം പണ്ടേ കണ്ടുപിടിക്കേണ്ട സാധന. എനിക്ക് വിശന്നിട്ട് കഴിയുന്നില്ല, ഞാൻ വെക്കുന്നേട്ടാ. അപ്പൊ നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലേ? നേരത്തും കാലത്തും കഴിച്ചൂടെ നിനക്ക്? മെസ്സ് ഇപ്പൊ ക്ലോസ് ചെയ്ത് ഞാൻ പോകുന്നു. വിശേഷമൊക്കെ പിന്നെ പറയാം. പോയി കഴിച്ചേ. ഒരു മിനിറ്റ്. അമ്മേന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ പോന്ന്. ഓളൊരു ഫേസ്ബുക്ക്. ഒന്ന് പോയേ. ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും. ഈടങ്ങനല്ല, പോയി ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഈ പ്രായത്തിൽ ഞാനിതൊക്കെ ചെയ്യാൻ പോയ നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. എനക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട. 4 ബംഗാളികൾ 2 സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാൽ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന്, വലുതല്ലേ, അപ്പൊ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും. അവിടെ എത്ര പ്രായമായാലും കല്യാണം കഴിക്കും, എപ്പോൾ വേണമെങ്കിലും കഴിക്കും. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം. ആടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഈടെ കല്യാണം എന്ന് പറഞ്ഞാൽ അരിയും പഞ്ചാരയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ. ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത്. നീ വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുവാന്ന്.
പുറത്തൊന്നും പോയി പറഞ്ഞും പാട്ടാക്കരുത്. തീർച്ചയായും. ഭാസ്കര പൊതുവാളിന് പണ്ടൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. വിജയമല്ലിക്ക് ലോൺ കൊടുത്ത പോലെ തിരിച്ചിട്ടാത്ത പ്രേമം. എത്രയാന്ന്? 200. 2 10 അല്ലേ? 10. എത്ര? 229. ബാലൻസ്? ബാലൻസ് എനിക്കല്ലേ 100 രൂപ. ആ, അടുത്ത മാസം തരും. നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ട പറഞ്ഞു? ഞാനിപ്പോ ഓൺലൈനിലാണ് വായിക്കല്. നിങ്ങളല്ലേ പറഞ്ഞ ഈ പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേണം. ആ, ഇതും സുഖം തന്നെ. കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതാവുമ്പോ ഇങ്ങനെ ആക്കിയ വലുതാവും. കുഞ്ഞപ്പാ, നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാറി ചാവൂടാ. നോയിക്കോ. മുച്ചിലോട്ട് പോതിയാണ് സത്യം. ഒരു പത്രപ്രവർത്തകൻ നീ നോവിച്ചു വിട്ട് അനുഭവിക്കും. നീന്റെ ജാതകം നോക്കിച്ചോ. സർ, സ്നേക്സ്. ഓനോടല്ലേ? ഓൻ കുടിക്കൂല. അത് ഈ അയ്യപ്പൻ ഗണതിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ, കഴിക്കല്ലല്ലോ. അവിടെ വെച്ചേ. താങ്ക് യു. ഈ ജന്മസമയവും തീയതിയും വേണം. നക്ഷത്രം കാതു. ആ അച്ഛാ, ഇവൻ ജനിച്ച സമയമൊന്നും വേണമല്ലോ. എന്താ കാര്യമുണ്ട്, പറ. ഡേറ്റും വേണം. അറിയില്ല, ഒരു മിനിറ്റ്. കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? Manufacturing date 8 January 2019. 8/1/2019. ധനക്കൂർ, മൃഗം, കുതിരവൃക്ഷം, കാഞ്ഞിരം, ദേവഗണം, ബ്രാഹ്മണ ഗോത്രം. ഭാസ്കറിന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ നക്ഷത്രക്കാരന് സമയം ലേശം മോശ. ശത്രുദോഷം, ഉദരസംബന്ധമായ അസുഖം, ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ നേത്രരോഗം, ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ദൂരയാത്ര പോകണ്ട. കുലദേവതയുടെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാവരും പരിഹാരമുണ്ട്. പയ്യന്നൂർ പെരുമാളിന് ഒരു സംക്രാന്തി തോറും ഒരു നെയ്വിളക്ക് തൊഴണം. പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാമണ്ടിക്കാവുണ്ട്. അവിടെ ഒരു ആളുവ് നേരണം. എത്രയും പെട്ടെന്നായി അത്രയും നല്ലത്. ഫലം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. മാമ എവിടെ പോയതാ? ആ, ഞാനാ സുകുമാരൻ ജോത്സന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ. എന്തിനാ? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്. കാണുന്നവര് കണ്ണു വെക്കുന്നു. അതുകൊണ്ട് ഒന്ന് ജപിച്ചു കിട്ടി. വേഗം നടക്ക്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? വേഗം കയറി. ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയാൽ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, വാർദ്ധക്യം, രോഗം, ആത്മഹത്യ, കൊലപാതകം, അവിചാരിതമായ അപകടം, പട്ടിണി, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ നിൽക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല.
ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമരിലും ചില്ലുകൂട്ടിലും പിന്നെ റോഡ് സൈഡിൽ കാക്കയ്ക്ക് തൂറാൻ പ്രതിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നീ One can erase me. എന്റെ മെമ്മറി മായ്ക്കാൻ പറ്റും. അപ്പോ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം. താങ്കൾക്ക് പാസ്വേഡ് മാറ്റാം, വിരൽ അടയാളം വെക്കാം. പിന്നെ ഭാസ്കരന് മാത്രമേ എന്നെ മായ്ക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നതെല്ലാം മിസ്റ്റർ ഭാസ്കരൻ വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ. അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. അമ്മ ആയിട്ടില്ല ഇതുവരെ. വരുന്ന മോനെ. കറിയൊന്നുമില്ല, നീ ആ പ്രസന്നന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതന്നെയല്ല എപ്പോഴും പറിച്ചല്ലേ. എത്ര ഉണ്ട് ദോശ? 6 നാളെ മുതൽ കുറക്കണ്ട. കുറെ സമയമല്ലേ ഉരച്ചുകൊണ്ടിരിക്കുന്നത്. കറിയായിട്ടില്ല. ആ രഘു, ഓള് വീശിയല്ല ഉളി വീശിയില്ലേ. ഒളി വീശി അറിയാതെ പാട്ടും പാടിയിട്ട് നടക്കുന്നു, ഒന്നിനും കൊള്ളാതെ. പെരുമാളെ കാത്തോണെ അടി തെറ്റിക്കല്ലേ. അമ്മേന്റെ ബ്ലൗസ് ശരിയായോ ചോദിക്കാൻ പറഞ്ഞു. നീ ഒന്ന് കറങ്ങിയിട്ടല്ലോ വാ. 1 മിനിറ്റ്, ഒരു ഊക്കും കൂടെ വെക്കാനുണ്ട്. എപ്പൊ ചോദിച്ചാലും നീങ്ങി തന്നെയല്ലോ ഒരേല്. പോയിട്ട് വാ മോനെ. ഇനി ഞാൻ വരുമ്പോ ശരിയാക്കിട്ടെങ്കിൽ ഇതെല്ലാം ചവിട്ടി കൂട്ടി തീടും കേട്ടോ. രഘു, ആ ഭാസ്കരനാ. ഒരു ഷർട്ട് അടിക്കണമല്ലോ. അടിക്കാല. ദോശ. അതാടെ നോക്ക് പോകുന്നുള്ള. എനക്കല്ല, കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. Shoulder 34, arm 50, chest 44, waist 28, height 40. എന്റെ അമ്മടാ, എന്തൊരു ഓർമ്മ ശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. വരുന്ന ഓൻ പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാളിനില്ല. അതിനുള്ളതെല്ലാം എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു വരുമാനല്ലേ. അവസാന കാലത്ത് അവനാരാ? ഞാനില്ലേ. ഹൈറ്റ് എത്ര പറഞ്ഞു? Height 40. 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. ആ, തുണി എടുത്തു. അതിനാ പൈസ തന്നെ ഓ